മാന്യ ശ്രോതാക്കൾക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പഴയ നാടകങ്ങൾ നമ്മുടെ സമൂഹത്തിനുണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ചുമാണ് സാറ് വളരെ സുവ്യക്തമായ രീതിയിൽ സാർ പറഞ്ഞത്. നമ്മളെ ഇപ്പോഴത്തെ ഉള്ള ഈ കാലഘട്ടത്തിലുള്ള നാടകങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ സിനിമാ രംഗമായാലും ശരി തന്നെ മറ്റു തരത്തിലുള്ള ദൃശ്യമാധ്യമങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നാടക പ്രവർത്തകർക്കോ അല്ലെങ്കിൽ നാടകത്തിൻ്റെ ആരെങ്കിലും അണിയറയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടത്ര പ്രാധാന്യം ഇപ്പോഴത്തെ ഈ സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട്. പലപ്പോഴും മിമിക്സ് പരേഡ് പോലുള്ള അല്ലെങ്കിൽ മിമിക്രി കലാകാരന്മാർ പലപ്പോഴും ഈ നാടകത്തെയും നാടക കലാകാരന്മാരെയും ഒരു മിമിക്രി കലാകാരന്മാരായിട്ട് അല്ലെങ്കിൽ ഒരു ഹാസ്യവൽക്കരിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇന്നത്തെ ദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു കൂട്ടം നാടക പ്രവർത്തകരെല്ലാം തന്നെ പ്രതിഷേധം അറിയിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും നമ്മുടെ നാടകത്തിന് ഇപ്പോൾ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? പഴയകാല നാടകങ്ങളിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണെങ്കിലും പഴയകാല നാടകങ്ങളും പുതിയ നാടകങ്ങളുമായിട്ട് താരതമ്യം ചെയ്താൽ ഒരിക്കൽ പോലും പുതിയ നാടകങ്ങൾക്ക് പഴയ നാടകങ്ങളെ വിലയോ സാമൂഹിക പ്രതിബദ്ധതയോ മനുഷ്യനുള്ള സമൂഹത്തോടുള്ള ശക്തമായ ബന്ധത്തിൻ്റെ ആഴമോ നിശ്ചയിക്കാൻ ഒരു തരത്തിലും കഴിയുകയില്ല. നാടകം ഒരു കുലത്തൊഴിലായി നടത്തിക്കൊണ്ടിരുന്നവർ കുറേ പാവപ്പെട്ട കലാകാരന്മാരുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു എളിയ കലാകാരനാണ് ഞാൻ. നാടകം എന്ന കലയെ എൻ്റെ ജീവിത സാഹചര്യമായി അല്ലെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഞാൻ നടത്തിയ ഏറ്റവും വലിയ ഒരു യജ്ഞം തന്നെയാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നതിന് പ്രധാന കാരണം. ഒരു കലാകാരന് കേരള ഗവൺമെന്റ് ആദ്യമായി അനുവദിച്ചത് മാസത്തിൽ 4000 രൂപ പെൻഷൻ. ഒരു സാധാരണക്കാരനായ മനുഷ്യന് ഡെയിലി ഒരു 100 രൂപ കൊണ്ട് കഷ്ടിച്ച് ജീവിക്കാം. ഒരു 4000 രൂപ ഒരു മാസത്തിൽ കലാകാരന് ലഭിക്കുക എന്നത് നമ്മളെ മിനിസ്റ്ററി, അത് കമ്മ്യൂണിസ്റ്റ് ആയിപ്പോട്ടെ, കോൺഗ്രസ് ആയിപ്പോട്ടെ, RSP ആയിട്ടോ, BSP ആയിപ്പോട്ടെ, BJP ആയിക്കോട്ടെ, ആരായാലും ശരി, ഒരു കലാകാരൻ്റെ ജീവിതത്തിന് നിലനിൽപ്പിന് വേണ്ടി യത്നിച്ച് അത് ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഭരണസമിതിയിലിരിക്കുന്ന ഒരു മന്ത്രിയാണ്. പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹമാണ് 4000 രൂപ എന്നത്. അതൊരു വലിയ 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 ഒരു പ്രോത്സാഹനമാണ്. അതില്ലായിരുന്നെങ്കിൽ എനിക്ക് മാസം തോറും മരുന്ന് മേടിക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമുള്ള ചെലവുകൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വരുമ്പോൾ എത്ര സ്നേഹവും ബഹുമാനവും ആദരവും ഉണ്ടെങ്കിലും എല്ലായ്പ്പോഴും ബുദ്ധിമുട്ടിക്കുമ്പോൾ അവർക്ക് ഒരു മടുപ്പ് തോന്നും. ആ ഒരു മടുപ്പ് ഇല്ലാതാക്കുവാൻ സഹായിച്ചു എന്നത് വളരെ വളരെ ഉപകാരപ്രദമായ കലാകാരന്മാരെ, കലാകാരികളെ, നാടക സംഘത്തെ മൊത്തത്തിൽ സത്യത്തിൽ ജീവിതത്തിന് ഒരു 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 ഉയർച്ച അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു ആമുഖമായിട്ട് നൽകിയത് ഒരു വളരെ പ്രശസ്തമായ വളരെ ധന്യമായ ഒരു നിമിഷമായി ഞാൻ കാണുന്നു. ആ മന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഒരു കലാകാരൻ എന്ന രീതിയിൽ കലാകാരന്മാരായ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം 4000 രൂപ ഒരു വലിയ സംഖ്യയാണ്. കല കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പാടാണ്. ഒരു വർഷത്തിൽ 12 മാസത്തിൽ 6 മാസമാണ് നമുക്ക് ജോലിയുള്ളത്. ആ 6 മാസം ജോലി ചെയ്താൽ നമുക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഭാര്യ, മക്കളുടെ പഠിത്തം, വീട്ടുചെലവ്, മറ്റെല്ലാ കാര്യങ്ങളും നടത്താം. ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ സ്ഥിതി വെച്ച് നാടകങ്ങൾ നടത്തുക എന്ന് പറയുന്നത് വളരെ വിരളമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതുകൊണ്ട് ജീവിച്ചു പോകുന്ന ഞാൻ വളരെ 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 സന്തോഷവാനാണ്.
എൻ്റെ മാസ വരുമാനത്തിൽ ഈ 4000 രൂപ ഒരു 4 ലക്ഷം രൂപ കിട്ടുന്ന സന്തോഷത്തോടെയും താല്പര്യത്തോടെയും ബഹുമാനത്തോടെയും കിട്ടുന്നു എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനം തരുന്നു. മാത്രവുമല്ല, ഞാൻ എൻ്റെ പെറ്റമ്മയെ പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കല എന്ന ആ പ്രത്യേക ഉപാസനയോട് അതിശക്തമായ സ്നേഹവും ബഹുമാനവും തോന്നുന്നുണ്ട്. അത് പൈസ കൊണ്ടല്ല, അത് ഞാൻ ജീവിച്ചിരുന്നപ്പോൾ അതിനു വേണ്ടി പ്രയത്നിച്ചതിൻ്റെ പ്രത്യാഘാതമായി അല്ലെങ്കിൽ പ്രതിഫലമായി ലഭിച്ചതാണെന്നുള്ള ധന്യത തന്നെയാണ് അതിന് പ്രധാന കാരണം. സാറ് നാടകങ്ങളിൽ ഉപരി സിനിമയിലും അഭിനയിച്ചിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം, ഇപ്പൊ പുതിയ ഒരു ട്രെൻഡിങ് ആണല്ലോ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. അപ്പോൾ സിനിമയെ ജീവിതത്തെക്കുറിച്ചും സാറ് സിനിമയിൽ അഭിനയിച്ച അതിൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ചും പ്രേക്ഷകർക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ടാവും. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായും പറയാം. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ എച്ച്.എ. ലത്തീഫ് എന്ന് പറയുന്ന എന്നോടൊപ്പം പഠിച്ച സുഹൃത്താണ് ആദ്യമായിട്ട് എന്നെ സിനിമയിൽ അഭിനയിക്കുന്നതിനായി വിളിച്ച് അദ്ദേഹം എടുത്ത 2 മുഖങ്ങൾ എന്ന സിനിമയിൽ ഒരു വേഷം എനിക്ക് തന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണനായിരുന്നു എൻ്റെ കൂടെ സഹകരിച്ച മറ്റ് കഥാപാത്രം. അപ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണനും ഞാനും ആ വേഷം ചെയ്യുകയും വളരെ മനോഹരമായ ഒരു അവതരണമായി സംവിധായകനും മറ്റെല്ലാവരും പറയുകയും ചെയ്യും. സിനിമ എന്ന് പറയുന്ന മാധ്യമം എന്നാൽ നാടക കലയും മറ്റ് മാധ്യമങ്ങളെക്കാൾ വളരെ വ്യത്യസ്തവും വളരെ ലോലവുമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുന്നതല്ല. അപ്പോൾ ആ സിനിമ കഴിഞ്ഞതിന് ശേഷം 3-4 സീരിയലിൽ 3-4 ഷോർട്ട് ഫിലിമിൽ ഞാൻ പങ്കെടുത്തു. പിന്നെ 2 മുഖങ്ങൾ എന്ന സിനിമ, അസ്ഥി എന്ന് പറയുന്ന സിനിമ, പിന്നെ കടയ്ക്കാവൂർ അജയ് ബോസ് സംവിധാനം ചെയ്ത ഒരു സിനിമ. ആ സിനിമയിലൊക്കെ നല്ല വേഷങ്ങളാണ് എനിക്ക്. അജയ് ബോസിന്റെ സിനിമയിൽ ഒരു പൂജാരിയായിട്ടാണ് എനിക്ക് കിട്ടിയത്. അതും വലിയ തെറ്റില്ലാത്തതും ഓടി. ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോഴത്തേക്ക് പേര് ഓർമ്മ നിൽക്കുന്നില്ല. കാഴ്ചയ്ക്കുമപ്പുറം എന്ന ഷോർട്ട് ഫിലിം ആറ്റിങ്ങൽ ബാബുരാജ് സംവിധാനം ചെയ്ത ആ ഫിലിമിന് എനിക്ക് മന്ത്രിയിൽ നിന്ന് ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ പളുങ്കു മാനസങ്ങൾ, അതുപോലെ ഒരു 7-8 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ സംവിധായകരും സഹ അഭിനേതാക്കളും വളരെ ശക്തവും നന്ദിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉറച്ചു നിൽക്കാൻ ശാരീരികമായ വൈകല്യങ്ങളും പ്രായത്തിൻ്റെ ആധിക്യവും വളരെ ശക്തമായി ബാധിക്കുന്നത് കൊണ്ട് ഇപ്പോഴും മിക്കവാറും വീട്ടിൽ തന്നെ ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ്. അതങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം. സാറിൻ്റെ ഇത്രയും വിലപ്പെട്ട സമയം നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ എന്ന യൂട്യൂബ് ചാനലിന് തന്നതിലും ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ഈ നാടകത്തെക്കുറിച്ചും സാറിൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും പറഞ്ഞതിലും വളരെയധികം സന്തോഷം. അനുവദിച്ചു തന്ന സമയത്തിനും സാറിനെ കാണാനും സാറിനോടൊപ്പം ഇത്രയും സമയം ചിലവഴിക്കാനും കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. നമസ്കാരം.